Wow, that was a perfect way to start this year's celebration. Ladies and gentlemen, please join me in welcoming the President of RMA, Mr. Giri Shankar, as he comes forward to share a few words with us. Thank you. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ ഡാൻസ്? ഇഷ്ടപ്പെട്ടോ? ഒരു നല്ലൊരു കൈയ്യടി ഒന്നും കൂടെ കൊടുക്കും പ്ലീസ്. താങ്ക് യു. എല്ലാവർക്കും ആദ്യമായി നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഒന്നും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മുടെ പുതുവത്സര പരിപാടി, ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിട്ടാണ്. അപ്പോൾ ചിലർ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എന്തുകൊണ്ട് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അല്ല എന്നുള്ള രീതിയിൽ. കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അതൊരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മലയാളി അസോസിയേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, മലയാളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ തന്നെ പല പല റിലീജിയസ് ആയിട്ടുള്ള പല കമ്മ്യൂണിറ്റീസും ഇതിൻ്റെ കൂടെ ഉയർന്നു വരുന്നതിനാൽ എല്ലാ കമ്മ്യൂണിറ്റീസിലും ക്രിസ്മസ് സെലിബ്രേഷൻസ് നടത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം കോർ കമ്മിറ്റി തീരുമാനിച്ചതാണ് നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയറിന് പകരം ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിട്ട് ആഘോഷിക്കുകയാണ്. അതല്ലാതെ ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള സീക്രട്സിയോ ഒന്നുമില്ല. അത് ക്ലിയർ ആയിട്ട് പറയണം. പിന്നെ ഫോട്ടോ എടുക്കുന്ന ആരാണ്? ഐവിൻ ഇവിടെ നോക്കിക്കോണേ. പിള്ളേരിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് ഓടുന്നുണ്ട്. വയറ് ഒരു സേഫ്റ്റി ഇഷ്യൂ ആണ്. പിന്നെ ഞാനിവിടെ അധികം നേരം സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ അസോസിയേഷൻ്റെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു അസോസിയേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിൽ അസോസിയേഷനും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇതൊരു കൂട്ടായ്മയുടെ പാർട്ടാണ്. നമ്മുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്യുലർ അസോസിയേഷനാണ്. ഇതിനകത്ത് എല്ലാവർക്കും അവരുടേതായ റിലീജിയസ് ബിലീഫും ഉള്ള പല പല കൂട്ടായ്മകളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഉപരിയായിട്ടുള്ള അതൊരു കൂട്ടായ്മയാണ് മലയാളി അസോസിയേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എല്ലാ പ്രോഗ്രാംസും നമ്മൾ മാക്സിമം ഇൻക്ലൂസീവായിട്ട് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും നമ്മുടെ ഈ പ്രോഗ്രാംസിലോട്ടും നമ്മൾ നടത്തുന്ന ഇവൻറ്റ്സിലോട്ടും നമ്മളത് ഇൻവോൾവ് ചെയ്താണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഞാൻ ഈ പറയാനുണ്ടാവുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഏകദേശം 14 പ്രോഗ്രാംസാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം നടത്തിയത്. 2025 നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ ഒരു വർഷം 3 പ്രോഗ്രാംസ് വെച്ച് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ 14 പ്രോഗ്രാംസാണ്. അപ്പം അതിനകത്ത് കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ളതും പിന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റും അങ്ങനെ പല രീതിയിലുള്ള പ്രോഗ്രാംസാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂട്ടായ്മയോടെ നമുക്ക് നടത്താൻ പറ്റിയത്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. ഒരു 14 പ്രോഗ്രാംസ് ഒരു കൊല്ലം നടത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയും കൂടെ പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, എസ്പെഷ്യലി നമ്മളെപ്പോലുള്ള മൈനോറിറ്റി ഉള്ള പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിൽ, ചില സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ നമുക്കത് ഗുണകരമായിട്ടല്ല വരുന്നത്. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അതിന് ഒരു പ്രശ്നമാണത്. അപ്പം എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അവരവരുടെ ബെനഫിറ്റ്സിനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കാനഡ പോലുള്ള രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ നമ്മൾ ഇവിടെയുള്ള റൂൾസും റെഗുലേഷൻസും പോളിസീസൊക്കെ നമ്മൾ എംബോഡി ചെയ്ത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ അടുത്ത ജനറേഷൻ, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ഇവിടുത്തെ വിഭാഗിനിയും ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നും ഒരു എഫേർട്ട് എടുത്തേ മതിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നടത്തുന്ന ഓരോ പ്രോഗ്രാംസും കഴിഞ്ഞ കൊല്ലം നടത്തിയ 14 പ്രോഗ്രാംസിനകത്ത് നമ്മൾ ഒരേ കോമൺ ത്രെഡായിരുന്നു ഇൻക്ലൂസിവിറ്റി.
ഡൈവേഴ്സിറ്റി നമ്മൾ എല്ലാവരിലും റീച്ച് ചെയ്യുക. നമ്മൾ ഇവിടെ വന്ന മലയാളികൾക്ക് മാത്രമായിട്ട്, അസോസിയേഷൻ ഒബ്വിയസ്ലി മലയാളികൾക്ക് മാത്രമായിട്ട് തുടങ്ങിയതാണെങ്കിലും നമ്മൾ നടത്തുന്ന പ്രോഗ്രാം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും ഇൻക്ലൂസീവായിട്ട് നടത്തുന്ന പ്രോഗ്രാംസ് ആണ് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും എന്നുവെച്ചാൽ 2026 നമ്മൾ ഏകദേശം 20-22 പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ സ്പോർട്സ് ക്ലബ്, പുതിയതായിട്ട് രൂപം നൽകിയ സ്പോർട്സ് ക്ലബിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ഇപ്പം 3 മാസത്തേക്കുള്ള ബാഡ്മിൻ്റൺ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഉത്തേജകത്തിന് വേണ്ടിയുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു മുന്നോട്ട് നോക്കുമ്പോൾ ഒരു നമ്മുടെ കുട്ടികൾക്കാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെ പോലുള്ളവർക്കും അത് എസ്പെഷ്യലി ഒരു മധ്യവയസ്കർക്കും പ്രത്യേകിച്ച് ഗുണപ്രദമായ രീതിയിലുള്ള ഒരു പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും വരും ദിനങ്ങളിൽ ആ പ്ലാനിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരെയും അറിയിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ മെമ്പർഷിപ്പ് ഡ്രൈവ് നമ്മൾ നടത്തുകയാണ്. ആ മെമ്പർഷിപ്പിൻ്റെ ഒരു ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു അഭ്യർത്ഥനയാണ്, എല്ലാവരും കഴിവതും മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കുക. കാര്യം നമ്മുടെ ഇനിയുള്ള എല്ലാ പ്രോഗ്രാംസും, ഈ 20-22 പ്രോഗ്രാംസിനും മെമ്പേഴ്സിന് ബെനഫിറ്റ്സ് ഉള്ള രീതിയിലാണ് ആ പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. 20-25% ഡിസ്കൗണ്ടഡ് റേറ്റിലായിരിക്കും നമ്മൾ പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എനിവേസ് ഞാനതിനെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്നത്തെ പരിപാടി അതിഗംഭീരമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പം പ്രോഗ്രാം നടക്കുമ്പോൾ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്ന് നിശബ്ദമായി ഇരുന്ന് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം എൻജോയ് ചെയ്യുക, അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമുക്ക് ഇതിന് ഇടവേളകളിൽ നമ്മൾ നമ്മുടെ യൂത്ത് കമ്മിറ്റി കുറച്ച് നല്ല എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം അപ്പിറ്റൈസർ ഇപ്പം ഇവിടെ കൊണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട്. അപ്പം ഈ പരിപാടിക്ക് ഇടയിൽ നിങ്ങൾ അധികം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പോയി ഭക്ഷണം കഴിക്കാനും ശ്രമിക്കുക. ഇതിനുശേഷം നമ്മുടെ DJ ഷോ ടുവേർഡ്സ് എൻഡ് നമ്മളൊരു DJ ഷോയിൽ നടത്തുന്നതാണ്. അപ്പം എല്ലാവരും ഒരു നല്ലൊരു സന്തോഷത്തോടെ ഈ കാഴ്ച കാണുന്നതിൽ തന്നെ അഭിമാനം കൊള്ളുകയാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഒന്നും കൂടെ ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി എന്താ നമ്മുടെ അടുത്ത പ്രോഗ്രാം? ഒരു പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. Okay, up for the song na nakikalaya. Our next performer is ready to touch your hearts. Please welcome our Nightingale of Regina, Neeti Sulit.